പുതിയ വീട്ടിലെ കൃഷ്ണക്കൊച്ചതിൻ്റെ 2 മാറ് മുറിച്ചു മാറ്റാൻ നോക്കി ചോര പോയി ആശുപത്രിയിലാണത്രേ. 2 മാറിടങ്ങളും മുറിഞ്ഞു തൂങ്ങി അറ്റുപോവാറായെന്നാണ് കേട്ടത്. ജീവൻ തിരിച്ചു കിട്ടുന്ന കാര്യം സംശയമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത്രയ്ക്കും ചോര പോയിട്ടുണ്ട് അതിൻ്റെ ദേഹത്ത് നിന്ന്. എന്താ അല്ലേ അതിൻ്റെ ഒരവസ്ഥ. ഇതിപ്പോൾ എന്താവോ ഈ ചെയ്തതിനുള്ള കാരണം? രാവിലെ തൊഴിലുറപ്പിന് വന്ന പെണ്ണുങ്ങൾ പറമ്പിൽ നിന്ന് അടക്കിപ്പിടിച്ച് സംസാരിക്കുന്നത് തൊഴുത്തിനരികെ നിന്ന് കേട്ട നന്ദിനി ടീച്ചറാകെ ഞെട്ടി. പുതിയ വീട്ടിലെ കൃഷ്ണ, ആ പേര് അവരുടെ ഉള്ളിലൊരു കനൽ കോരിയിട്ടതും പറന്നെന്ന പോലെ പറമ്പിലെ പണിക്കാരുടെ അടുത്തെത്തി വിനോദിനി. അവരുടെ ആ വെപ്രാളം പൂണ്ടുള്ള ഓടിവരവ് കണ്ടപ്പോഴാണ് തങ്ങളുടെ സംസാരം ടീച്ചർ കേട്ടുവെന്ന് പെണ്ണുങ്ങളും തിരിച്ചറിഞ്ഞത്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു പരിഭ്രമം അവരുടെ എല്ലാ ഉള്ളിൽ നിറഞ്ഞുവെങ്കിലും അത് മുഖത്ത് പ്രകടമാക്കാതെ വിനോദിനിയെ നോക്കി അവരെല്ലാം. നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം അത് സത്യമാണോ? ആരാ ഇതാദ്യം കേട്ടത്? എവിടുന്നാണ് കേട്ടത്? കള്ളമൊന്നും അല്ലെന്ന് ഉറപ്പാണോ? ചോദ്യങ്ങൾക്ക് പുറകെ ചോദ്യങ്ങൾ മാല കുരുത്തവർ ചോദിക്കുമ്പോൾ അവരുടെ നിറഞ്ഞു തൂവുന്ന കണ്ണുകളിലേക്ക് അലിവോടെ നോക്കി പെണ്ണുങ്ങളെല്ലാം. കേട്ട വാർത്ത കള്ളമൊന്നുമല്ല ടീച്ചറെ, സത്യമാണ്. എൻ്റെ കെട്ടിയവൻ നേരിട്ട് കണ്ടതാണ്. അതിൻ്റെ അച്ഛനും അമ്മയും ചേർന്നതിനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ആ കൊച്ചിനെ പൊതിഞ്ഞെടുത്ത ബെഡ്ഷീറ്റിലും അകത്തുനിന്ന് പുറത്തേക്ക് അതിനെ കൊണ്ടുവന്ന വഴിയിലുമെല്ലാം വെള്ളം ഒഴിച്ചതുപോലെയാണ് ചോര നിറഞ്ഞു കിടന്നത്. പുലർച്ചെ എപ്പോഴോ ആണത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പണിക്കാരുടെ കൂട്ടത്തിലെ രമണി വിനോദിനിക്ക് അടുത്ത് വന്ന് നിന്ന് പറഞ്ഞതും കൂടുതലൊന്നും കേൾക്കാൻ വയ്യാതെ തളർന്ന് അടുത്തുള്ള തെങ്ങിൽ ചാരി നിന്നുപോയി അവർ. രക്ഷപ്പെടില്ലേ അവള്? ചോദിക്കുമ്പോൾ വിറച്ചു പോയിരുന്നു അവരുടെ ശബ്ദം. തിരിച്ചു വന്നിട്ട് എന്തിനാ ടീച്ചർ? ഇത്രയും കാലം കേട്ടതൊന്നും പോരാതെ ഇനി ചെയ്തതിനു കൂടിയുള്ളത് അത് കേൾക്കാനോ? കൂട്ടത്തിലെ മറ്റൊരു പെണ്ണൊരുത്തി എടുത്തടിച്ചതുപോലെ ചോദിച്ചതും ഉത്തരവില്ലാതെ അവർക്ക് മുൻപിൽ വിളറി നിന്നു വിനോദിനി. എന്നാലും എൻ്റെ ടീച്ചറെ പറയാതെ വയ്യാട്ടോ. ആ കുട്ടി ഇന്ന് ഇത്രയും വേദന സഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരി ഒരർത്ഥത്തിൽ ടീച്ചർ തന്നെയാണ്. ടീച്ചറിൻ്റെ എടുത്തുചാട്ടമാണ്. ടീച്ചറിൻ്റെ മോനോട് ആ കുട്ടിക്കൊരു ഇഷ്ടം തോന്നിയത് തുറന്നു പറഞ്ഞതിന് ടീച്ചർ ഉണ്ടാക്കിയ പുകിൽ എന്തൊക്കെയായിരുന്നു? അന്ന് ടീച്ചറുണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ബാക്കിയാണ് ഇന്നും ആ കുട്ടി അനുഭവിക്കുന്നത്. പറയാനുള്ള കാരണം എന്താണെങ്കിലും അത് ആളുകളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ശീലിച്ച രമണിക്ക് വിനോദിനിയുടെ മുഖത്ത് നോക്കിയത് പറയാനും യാതൊരു മടിയുമില്ലായിരുന്നു. എങ്കിലും അവരുടെ ആ സംസാരത്തിൽ ആകെ തകർന്നു പോയതുപോലെ അവിടെ നിന്ന് വേഗത്തിൽ വീട്ടിലേക്ക് തിരികെ നടന്നു വിനോദിനി. ആ ടീച്ചർക്ക് നീ പറഞ്ഞത് നല്ല വിഷമമായിടി. കണ്ടില്ലേ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോണത്? അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നടി. തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ കണ്ണുകൾ തുടച്ചു നീങ്ങുന്ന വിനോദിനിയെ നോക്കി ആരോ പറഞ്ഞിട്ടും കൂസലൊന്നുമില്ല രമണിക്ക്. ഞാനില്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ ലീലേച്ചി, ഉള്ളതല്ലേ പറഞ്ഞത്. ഇവരുടെ അടുത്ത് ട്യൂഷന് വന്നുകൊണ്ടിരുന്നപ്പോൾ ആ കൊച്ചിന് ഇവരുടെ മകനോടൊരിഷ്ടം തോന്നി. അതാ കൊച്ച് ഇവരുടെ മോനോട് തുറന്നു പറഞ്ഞു. ഒരുമിച്ച് പഠിക്കുന്ന 2 പേരല്ലേ, അത്രയ്ക്കല്ലേ ഉള്ളു പ്രായം എന്നൊക്കെ കരുതി കണ്ണടച്ച് വിടാവുന്ന അല്ലെങ്കിൽ ഒന്ന് ഉപദേശിച്ച് വിടാവുന്ന ഒരു കാര്യത്തെ ഈ പോണ ടീച്ചർ ഒരാൾ എത്രമാത്രം പ്രശ്നമാക്കി. ആ കുട്ടിയെ എന്തൊക്കെ പറഞ്ഞിവർ. അന്നത്തെ ഇവരുടെ പ്രവൃത്തിയും സംസാരമാണ് ആ കുട്ടിക്ക് ഈ അവസ്ഥയെല്ലാം ഉണ്ടാക്കിയത്. അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അടങ്ങാത്ത ദേഷ്യത്തോടെ രമണി ഒപ്പമുള്ളവരോട് ചോദിക്കുന്നത് തിരിഞ്ഞു നടക്കുന്ന വിനോദിനിയുടെ കാതിലും വീഴുന്നുണ്ട്. 10-17 വയസ്സായപ്പോഴേക്കും ആണുങ്ങളെ വഴിപിഴപ്പിക്കാൻ ഓരോ വേഷം കെട്ടി ഇറങ്ങിയേക്കുന്ന അസത്ത്. നിനക്ക് പ്രേമിക്കാൻ അത്ര മുട്ടി നിൽക്കുവാണെങ്കിൽ നീ ആ റോഡിലേക്ക് ഇറങ്ങി നിന്ന് പ്രണയിക്കടി. നിന്റെ തടിപ്പും മുഴുപ്പും കണ്ട് നിന്റെ അസുഖം തീർക്കാൻ ഇഷ്ടം പോലെ ആളുകൾ വരും. അവരോട് മതി നിന്റെ പ്രണയം, അതല്ലാതെ എൻ്റെ മകനോട് വേണ്ട. കൃഷ്ണയെ പിടിച്ചു വലിച്ച് ഗേറ്റിന് പുറത്തേക്ക് തള്ളിയിട്ട് അവൾക്കും ചുറ്റും കൂടിയവർ കേൾക്കാൻ പാകത്തിൽ താൻ വിളിച്ചു പറഞ്ഞതോരോന്നും തിരികെ അന്നേരം തൻ്റെ കാതിൽ തന്നെ പതിയുന്നത് പോലെ ഒരു മാത്രം നിശ്ചലയായവർ. വെറും ഒരു 17കാരി പെൺകുട്ടിയായിരുന്നു അന്നവളെങ്കിലും തൻ്റെ വാക്കും പ്രവൃത്തിയും ഈ സമൂഹത്തിനു മുമ്പിൽ അവളെ വലിയ തെറ്റുകാരിയാക്കുന്ന വിധത്തിലായിരുന്നുവെന്ന് താൻ തിരിച്ചറിഞ്ഞത് കുറേ കഴിഞ്ഞാണ്. കൃഷ്ണ വിനോദിനി ടീച്ചറിൻ്റെ മകനെ ശരീരം കാട്ടി പ്രലോഭിപ്പിച്ചു. ആ ചെക്കനെ പ്രണയം പറഞ്ഞ് കയറി പിടിച്ചു എന്നൊക്കെയാണ് പുറത്തവളെപ്പറ്റി പിന്നീട് പരന്ന കഥകൾ. അത് വിശ്വസിച്ച് അവളെ മുതലെടുക്കാൻ കച്ച കെട്ടിയിറങ്ങി നാട്ടിലെ ചില യുവാക്കളും. അതിൽ പ്രധാനിയായിരുന്നു നാട്ടിലെ സകല കുരുത്തക്കേടുകൾക്കും മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന സാബു. കാവിലെ താലപ്പൊലിക്ക് താലമേന്തി നിന്ന കൃഷ്ണയെ മദ്യപിച്ചെത്തിയ സാബു അവിടെ കൂടിയ ആളുകൾ നോക്കി നിൽക്കെയാണ് കെട്ടിപ്പിടിച്ചത്. ഒപ്പമൊരു ഡയലോഗും,
വിനോദിനി ടീച്ചറിന്റെ മകൻ മാത്രമല്ല, ഞാനും ആണാണടി. സംശയമുണ്ടെങ്കിൽ നീ വന്നൊന്ന് എൻ്റെ കൂടെ കിടന്ന് നോക്കുന്നേ. അവൻ്റെ വൃത്തികെട്ട വർത്തമാനം കൂടിയായതും കാവിൽ സാബുവിൻ്റെ കൈക്കുള്ളിലായി ബോധം മറഞ്ഞു വീണുപോയി കൃഷ്ണ. സാബുവിനെതിരെ അന്ന് കൃഷ്ണയുടെ വീട്ടുകാർ കേസും മറ്റും കൊടുത്തെങ്കിലും അതൊരു തുടർച്ച മാത്രമായിരുന്നു. പിന്നീടും പലയിടത്തും പലപ്പോഴും കൃഷ്ണ പരിഹസിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. ഒടുവിലിതാ ഇങ്ങനെയും. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച് വീട്ടിലെത്തിയ വിനോദിനി വീടിൻ്റെ ഉമ്മറത്ത് കനലെരിയുന്ന മുഖവുമായി നിൽക്കുന്ന തൻ്റെ മകനെ കണ്ടതും അവൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ കഴിയാതെ തറഞ്ഞു നിന്നു അവിടെ. കേട്ട വാർത്തയിൽ ഇപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായല്ലോ അല്ലേ? ഒരു നാടിനും നാട്ടുകാർക്കും മുന്നിൽ അവളെ മോശക്കാരിയാക്കി ഇന്നത്തെ ഈ നിലയ്ക്ക് അവളെ കൊണ്ടെത്തിച്ചത് അമ്മ ഒറ്റ ഒരാളാണ്. അതിന് മാത്രം തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ല എന്ന് അന്ന് അമ്മയോട് കരഞ്ഞു പറഞ്ഞതല്ലേ ഞാൻ. എന്നെ അമ്മ ഒന്ന് കേട്ടിരുന്നെങ്കിൽ. പുറത്തു വന്നൊടുവിൽ നിറയുന്ന കണ്ണുകളും തുടച്ച് കൺമുന്നിൽ നിന്ന് തൻ്റെ മകൻ നടന്നു മാറുന്നത് നോവോടെ നോക്കി നിന്ന് പോയവർ. മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കയറി വന്ന കൃഷ്ണ ഒറ്റ കാര്യമേ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ആവശ്യപ്പെട്ടുള്ളൂ. കാഴ്ചയിൽ താൻ പെണ്ണാണെന്ന് മറ്റുള്ളവർക്ക് തോന്നരുതെന്നും തൻ്റെ ശരീരത്തിൽ അതിനി വേണ്ടെന്നും താൻ അറുത്തുമാറ്റാൻ നോക്കിയത് തിരികെ തൻ്റെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കരുതെന്ന്. അത് ശരീരത്തിലുള്ളതുകൊണ്ടാണ് അറിവ് പറഞ്ഞു തരുന്ന സാറിനും താൻ വെറും ഒരു പെണ്ണായി മാത്രം പോയതെന്ന് അവൾ പറഞ്ഞു കരയുമ്പോൾ അവൾക്കുള്ളിൽ തെളിഞ്ഞത് തൻ്റെ മാറിടങ്ങളിൽ ആവേശത്തോടെ ഇരു കൈയും മുറുക്കി പിടിച്ച തൻ്റെ അധ്യാപകൻ്റെ കാമം തെളിയിക്കുന്ന മുഖമാണ്, ചേഷ്ടകളാണ്. അവളുടെ ആ വെളിപ്പെടുത്തലിൽ വെളിപ്പെട്ടത് എന്തിനവൾ സ്വയം മാറിടങ്ങൾ മുറിച്ചു നീക്കാൻ നോക്കിയെന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ്. വർഷങ്ങൾ പിന്നെയും കടന്നു പോകുമ്പോൾ ചെയ്തുപോയ പറഞ്ഞുപോയ വാക്കുകൾക്ക് പരിഹാരമെന്നോണം കൃഷ്ണയെ വിനോദിനി ടീച്ചർ മരുമകളായി അല്ല മകളായി തൻ്റെ കൂടെ നിർത്തി സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇന്നും അവൾ പലരുടെയും കണ്ണിൽ മോശക്കാരിയായൊരു പെണ്ണ് മാത്രമാണ്. അവസരമൊത്താൽ ഇന്നും അവർ കയറി പിടിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ്. ചില കാഴ്ചപ്പാടുകൾ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാലും അത് തിരുത്താൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മളിൽ ചിലരും, പിന്നെ സമൂഹവും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.